Hi friends, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് 50 പവന്റെ ഗോൾഡ് വാങ്ങാനുള്ള ഈസി ടിപ്സും ട്രിക്സും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. അതായത് ഫസ്റ്റ് ട്രിപ്സിൽ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഗോൾഡ് എല്ലാവർക്കും വേണ്ടത് ഒന്നാണ്. വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് നമുക്ക് സേവ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഗോൾഡ് സ്വർണത്തിന്, അതായത് സ്വർണം നമുക്ക് 50 പവന്റെ സ്വർണം വാങ്ങാൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ ഗോൾഡ് ചിട്ടാണ്. ഗോൾഡ് ചിട്ട് നമുക്കിപ്പോൾ സാലറി വന്ന ഉടനെ, ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20% സാലറി ആദ്യം 20% ആദ്യം സാലറിയിൽ 20% എടുത്ത് മാറ്റി വെക്കേണ്ടതാണ് സേവിങ്സിനുള്ളത്. അതായത് അങ്ങനെ മാറ്റി വെക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് മന്ത്ലി. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ഗോൾഡ് ചിട്ട് മന്ത്ലി നമ്മളിപ്പം 2000 തൊട്ട് 5000 വരെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് നമ്മുടെ ഇൻകം അനുസരിച്ച് 2000 ആണെങ്കിൽ 2000, 5000 ആണെങ്കിൽ 5000, ഇല്ലെങ്കിൽ 3000 ആണെങ്കിൽ അങ്ങനെ നമുക്ക് എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് നമുക്ക് എത്ര ദൂരം നമ്മളെ ഇൻകമിന് നമുക്ക് ഗോൾഡ് ചിറ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് മന്ത്ലി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ജ്വല്ലറി ഷോപ്പുകളൊക്കെ ഉണ്ട്. GRT, ലളിത, ജോസ് ആലുക്കാസ്, ഭീമ, അങ്ങനെ ഒരുപാട് ജ്വല്ലറി ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ പോയി നമുക്ക് ഗോൾഡ് ചിട്ട് സ്കീമിൽ നമ്മൾ ചേരേണ്ടതാണ്. അത് 1 ഇയർ ആണ്, അതായത് 12 months ആണ്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ടിൽ, അതായത് 2000 മുതൽ 5000 വരെ ഉള്ള ആ എമൗണ്ട്, നമുക്കിപ്പം കൂടുതലാണ് ഇൻകം ആണെങ്കിൽ നമുക്ക് 10,000 വരെ ചേരാവുന്നതാണ്. നമ്മൾ എത്ര ദൂരെ എമൗണ്ട് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്, മന്ത്ലി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് നമുക്ക് ഗോൾഡ് കൂടുതൽ വാങ്ങാവുന്നതാണ്. ഇപ്പം നമ്മൾ 1000 ഒക്കെ ചെയ്താൽ ഒരുപാട് കുറവാണ് വരുന്നത് 12 months ആകുമ്പോൾ. അതായത് 5000 ഒക്കെ ആകുമ്പോൾ എമൗണ്ട് 12 monthsലാകുമ്പോൾ എമൗണ്ട് വന്ന് 60,000 അടുപ്പിച്ച് വരുന്നു. അപ്പോൾ നമുക്കൊരു അതൊരു ലംബായിട്ട് ഒരു എമൗണ്ട് ആയിട്ട് നമുക്കത് തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ ഗോൾഡ് ചിട്ട് എന്തായാലും നമ്മൾ ചേരേണ്ടതാണ്. അതിലൊന്നും മേക്കിംഗ് ചാർജ് ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരുപാട് അതായത് ഷോപ്സുകളുണ്ട്. അതിൽ ഏതാണ് നല്ലതെന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൽ ചേരേണ്ടതാണ്. ഫസ്റ്റ് ഗോൾഡ് ചിട്ട്. സെക്കൻഡ് ദീപാവലി ഫണ്ട്. അതായത് ഇപ്പോൾ ദീപാവലിക്ക് ഈ മാസം തോറും ചിട്ടി ദീപാവലി ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ദീപാവലിക്കുള്ള ക്രാക്കേഴ്സ് അതെല്ലാം വാങ്ങാൻ നമ്മൾ അപ്പോൾ ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാനെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഈ ചിട്ടിയിലൊന്ന് ചേർന്നാൽ മതി. ഈ ഫണ്ടിലൊന്ന് നമ്മൾ ചേരുമ്പോൾ മാസം തോറും ഇത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മന്ത്ലി 2000 ആണെങ്കിൽ അതിൽ നമുക്ക് അങ്ങനെ ഒരു വർഷം അടയ്ക്കുമ്പോൾ നമുക്ക് ദീപാവലിക്കാകുമ്പോൾ അതിൽ നമുക്ക് 1/2 ഗ്രാമിൻ്റെ, അതായത് 4 ഗ്രാം, 1/2 പവൻ്റെ, അതായത് 4 ഗ്രാമിൻ്റെ നമുക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്വീറ്റ് ബോക്സ്, പിന്നെ ക്രാക്കേഴ്സ്, പിന്നെ സാരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് അനുസരിച്ചായിട്ടിരിക്കും എന്തെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. അതായത് ഇപ്പം നമ്മൾ 1000 ആണ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന തിങ്സ്. നമ്മളിപ്പോൾ 2000 അല്ലെങ്കിൽ 3000 ആണ് മന്ത്ലി നമ്മൾ ദീപാവലിക്ക് നമ്മൾ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ അനുസരിച്ചായിരിക്കും നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ 2 ചിട്ടിയാണ് ചേരുന്നതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റും കൂടുതലായിരിക്കും. അതായത് ഞാൻ ഒരു ചിട്ടിക്കാണ് ഞാൻ പറഞ്ഞത് 4 ഗ്രാം എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ചിട്ടിയാണ് ചേരുന്നെങ്കിൽ 8 ഗ്രാം, അതായത് 1 പവൻ്റെത് നമുക്ക് ഒരു വർഷത്തിൽ വാങ്ങാൻ കഴിയും. പിന്നെ ഈ ദീപാവലി ജാക്ക്പോട്ട് എന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് നോക്കണം ആ വീഡിയോയെ. മൂന്നാമത് എന്തെന്നാൽ ചിറ്റ് ഫണ്ടാണ്, അതായത് ചിട്ടിയാണ്. മാസം തോറും നമുക്ക് ഈ ചിട്ടി എന്തായാലും നമ്മൾ ചേരേണ്ടതാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗോൾഡ് ചിട്ട്, സെക്കൻഡ് ദീപാവലി ഫണ്ടായി, 3 ചിറ്റ് ഫണ്ട്. അതായത് ചിട്ടിക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ചിട്ടി എങ്ങനെയാണ് തുടങ്ങുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതായത് 12 മാസമാണ് അങ്ങനെയുള്ള ചിട്ടിയിൽ ചേർന്ന്. എമൗണ്ട് കുറച്ച് കൂടുതലായിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ചിട്ടിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജ് ആദ്യം ഇപ്പോൾ 5000 ആയിരിക്കും ഫസ്റ്റ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് ചിട്ടിയിൽ. അടുത്ത സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആ രീതിയിൽ വരുമ്പോൾ അത് കുറഞ്ഞ് അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ലാഭമാണ്. അതിൽ നമുക്ക് ചിറ്റ് ഫണ്ടിൽ ചേരാവുന്നതാണ്. ഫോർത്ത് പിഗ്ഗി ബാങ്ക് ആണ്. അതായത് കുടുക്കയിൽ നമ്മൾ ഡെയിലി കാശിട്ട് ചേർക്കണം. അത് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും മസ്റ്റായിട്ടുള്ള നല്ലൊരു ഹാബിറ്റുമാണ്.
ഇത് നല്ലൊരു ഹാബിറ്റാണ്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. പിഗ്ഗി ബാങ്കിൽ നമ്മൾ ഡെയിലി കൊടുക്കയിൽ ഡെയിലി നമ്മൾ സേവ് ചെയ്യണം. അതൊരു എമൗണ്ട്, ലംബായിട്ടൊരു എമൗണ്ട് വരുന്നതായിരിക്കും. 5th ഗോൾഡ് ബോണ്ടാണ്. ഇപ്പോഴും നമ്മൾ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ബാങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ഗോൾഡിന് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ബോണ്ട് കിട്ടും. ആ ബോണ്ടിനെ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ആ ബോണ്ടിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗോൾഡ് കോയിനായിട്ടോ ഇല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലായിട്ടോ നമുക്കത് വാങ്ങാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ബോണ്ട് വാങ്ങി വെക്കുന്നതും നല്ല ഒരു ഗോൾഡ് സേവിങ്ങിലുള്ള ഒരു ടിപ്പാണ്, ട്രിക്സുമാണ്. അപ്പോൾ ഇങ്ങനെ 5 മെത്തേഡ്സും, അതായത് ഗോൾഡ് ചിട്ട്, ദീപാവലി ഫണ്ട്, ചിറ്റ് ഫണ്ട്, പിഗ്ഗി ബാങ്ക്, ഗോൾഡ് ബോണ്ട്, ഈ ഓപ്ഷനൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ 1-2 വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു അതായത് 50 പവൻ ചേർക്കാൻ കൊണ്ടുള്ള സ്വർണത്തിനുള്ള കാശും നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.